എസിൻ്റെ ജന്മനാട്ടിലേക്കുള്ള യാത്ര എല്ലാ പ്രവർത്തകരെയും കണ്ടു അവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള ഒരു യാത്ര എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം വൈകാരികം ആണ് ഈ നിമിഷങ്ങൾ ഡി ബിനോയ്? മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന പോലീസ് സേനയുടെ ആദരവ് നൽകുകയാണ്. അദ്ദേഹം ഔദ്യോഗികമായി മുഖ്യമന്ത്രിയായിരുന്ന അതേ കെട്ടിട സമുച്ചയത്തിന്റെ ദർബാർ ഹാളിൽ വെച്ച് അദ്ദേഹത്തിന് അവസാന ആദരവ്, പോലീസിന്റെ തിരുവനന്തപുരത്തുനിന്നുള്ള അവസാന ആദരവ് നൽകുന്നതിനുള്ള ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ സ്ഥലത്ത് തന്നെയുണ്ട്. ഈ അവസാന ആദരവ് ഇവിടെ നൽകിക്കഴിഞ്ഞാൽ പിന്നീട് പോലീസ് സേനാ അംഗങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ചുമലിലേറ്റി വാഹനത്തിലേക്ക് കൊണ്ടുപോകും. വാഹനം സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിന് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കൃത്യസമയത്ത് തന്നെ വിലാപയാത്ര തുടങ്ങും എന്ന് അറിയിച്ചിരുന്നു. എം വി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ പുറത്തു വന്ന് പറയുകയും ചെയ്തിരുന്നു. വിലാപയാത്ര പോകുന്ന സമയവും പുറപ്പെടുന്ന സമയവും എല്ലാം പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ പോലീസിന്റെ ആദരവ് ഇപ്പോൾ നൽകുകയാണ്. ആദരവിന് ശേഷം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരം മാറ്റും. പിന്നീട് നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ, അത് പ്രത്യേകിച്ചും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഓരോ ഏരിയ കമ്മിറ്റികളും VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ സ്ഥലങ്ങളിൽ നിൽക്കണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ വിവരം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ മൃതദേഹത്തിന്റെ വിലാപയാത്ര. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 8 മണിക്കൂർ സമയമെങ്കിലും എടുക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. കാരണം ഇത്രയധികം സ്വീകരണങ്ങൾ പല സ്ഥലങ്ങളിലായി നൽകാനുള്ള സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലും ആളുകൾ തങ്ങി നിൽക്കുന്നു. പല ഏരിയ കമ്മിറ്റികൾക്കും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് പോകാനും കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് അദ്ദേഹം സമരം നയിച്ച, അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടി സഞ്ചരിച്ച വഴികളിലൂടെ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ് അദ്ദേഹം കടന്നു പോകും. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. ശീതീകരിച്ച പെട്ടിയിൽ ഉള്ള മൃതദേഹം ഇപ്പോൾ അത് പോലീസ് സേനാ അംഗങ്ങൾ അത് ശിരസിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകും. അതിനുശേഷം അത് വാഹനത്തിലേക്ക് മാറ്റും. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, വിലാപയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം പാളയത്താണ്. അവിടെയാണ് CITU പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അവിടെ അവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കും. നിലവിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലീസ് സേനാ അംഗങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വാഹനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ്. അല്പസമയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് മാറ്റും. അദ്ദേഹത്തെ പുതപ്പിച്ചിരുന്ന ദേശീയ പതാക ആദരവനുസരിച്ച് അതിന്റെ ഒരു രീതിയുണ്ട്. അതനുസരിച്ച് ആ ദേശീയ പതാക മാറ്റുന്ന ജോലിയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ആ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ നാളുകൾ, എത്രയോ ഒരു കർമ്മഭൂമിയായിരുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയായി ഒരു സമയത്തൊക്കെ അദ്ദേഹം ഇവിടെയായിരുന്നു. അവിടെ ആ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം ഉണ്ട്. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മുൻ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, LDF കൺവീനർ TK രാമകൃഷ്ണൻ തുടങ്ങിയ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ഇവിടെ നിന്നും യാത്രയാക്കുന്നതിനായി, അന്ത്യയാത്രാമൊഴി നൽകുന്നതിനായി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വാഹനം തയ്യാറായി ദർബാർ ഹാളിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത് രണ്ടും നമുക്ക് ഒരേ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രത്യേക വാഹനത്തിൽ സഞ്ചരിക്കും എന്നുള്ള വിവരമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനോടൊപ്പം ഈ വിലാപയാത്രയ്ക്കൊപ്പം പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പോകുന്നുണ്ട്. ഇന്ന് വേലിക്കകത്ത് വീട്ടിൽ മാത്രമാണ് പൊതുദർശനം. അവിടെയും പരമാവധി ആളുകൾ എണ്ണം കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി തന്നെ വെച്ചിട്ടുണ്ട്. കാരണം കുടുംബത്ത് ഉള്ള ആളുകൾക്കും അവരുടെ കുടുംബപരമായ ചില ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അവസരം നൽകണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അവിടെ പൊതുദർശനത്തിന് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കണം. പരമാവധി ആളുകൾ പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് വരണം എന്നൊരു നിർദ്ദേശമാണ് CPIM നൽകിയിട്ടുള്ളത്.
അതേസമയം നാളെ രണ്ടിടങ്ങളിലാണ് പൊതുദർശനം ഉള്ളത്. ഒന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മേഖലയായിരുന്നു. പലപ്പോഴും VS അവിടെ വീട്ടിൽ പോകുന്നതിനേക്കാൾ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ വീട്ടിൽ പോകുന്നതിനേക്കാൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ പാർട്ടി ഓഫീസിലെത്തി അധിക നേരം അവിടെ ചിലവഴിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്ക് വരുന്നു, നേതാക്കന്മാർ ഒക്കെ ഉണ്ട് കൂടെ. ഒരു പക്ഷേ അവർ ഈ പ്രത്യേക മറ്റു വാഹനങ്ങളിലൊക്കെ ആലപ്പുഴയിലേക്ക് പുറപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാകാം അവര് അത്തരത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ വിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷമായിരിക്കും VSന്റെ മൃതദേഹം വാഹനത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാർ, MLA മാർ, CPIM-ന്റെ നേതാക്കന്മാർ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർ പുറത്തേക്ക് വന്ന് ഇതിൽ ഒട്ടുമിക്ക പേരും VSന്റെ ഭൗതികദേഹത്തോടൊപ്പം തന്നെ ആലപ്പുഴയിലേക്ക് യാത്ര പുറപ്പെടുന്നവരാണ്. ഇപ്പോൾ തന്നെ പാതയോരങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നിരവധി പേരാണ്. ഇപ്പോൾ വീണ്ടും ഇതാ വാനിൽ ഉയർന്നു കേൾക്കാൻ കഴിയുന്നു. കണ്ണേ കേരളേ VS ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിന് മുന്നിൽ വലിയ ഉച്ചത്തിൽ നമുക്ക് ഉയർന്നു കേൾക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകം സജ്ജമാക്കിയ വണ്ടിയുടെ ഇരുവശങ്ങളിലും നിന്നാണ് പ്രവർത്തകർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടി ആ മുദ്രാവാക്യം ഉറക്കെ ഉറക്കെ വിളിക്കുന്നത്. അങ്ങനെ VSന്റെ കർമ്മഭൂമിയിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയായി ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ അധിക സമയം ചിലവിട്ട സെക്രട്ടേറിയറ്റിൽ നിന്നും VSന്റെ ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ ആലപ്പുഴയിലേക്ക് പുറപ്പെടും. വളരെ ഉച്ചത്തിൽ ഒരു കടലിരമ്പം പോലെ ഉയർന്നു കേൾക്കാം കണ്ണേ കേരളേ VS എന്നുള്ള വിളി. അതിനപ്പുറം അകത്ത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന പോലീസ് സേന അംഗങ്ങൾ. അങ്ങനെ സമര പോരാട്ടങ്ങളുടെ നേതാവിനെ, സമര പോരാട്ടങ്ങളുടെ കനലരിയും വഴികളിലൂടെ സഞ്ചരിച്ച പ്രിയപ്പെട്ട VSന് തലസ്ഥാനകരയുടെ അന്ത്യോപചാരം അർപ്പിക്കുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ കേരള മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്ന തലസ്ഥാന നഗരിയോട് അദ്ദേഹം വിട പറഞ്ഞ് പോകാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന പ്രത്യേകമായി തയ്യാറാക്കിയ ബസ് നമുക്ക് കാണാൻ കഴിയും. മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുറത്തുള്ള സജ്ജീകരണങ്ങൾ വിലയിരുത്താനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവര് ഇനി ഈ വാഹനത്തിലാണോ അതല്ലാതെ മറ്റേതെങ്കിലും വാഹനങ്ങളിലാണോ സഞ്ചരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ VSന്റെ പുത്രൻ ഒപ്പം നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം ബൃന്ദാക്കാരാട്ടിനെ കാണാം, DGP സംസ്ഥാന DGP മുഖ്യമന്ത്രിയും കാണാം. അങ്ങനെ ഇപ്പോ ഈ വിലാപയാത്രയെ കുറിച്ച് എങ്ങനെയാണ് പോകുന്നത്, ഏത് രീതിയായിരിക്കും സഞ്ചരിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവസാനവട്ട ചർച്ചകൾ നടക്കുന്നു. മുഖ്യമന്ത്രിയുമായും പാർട്ടി സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി VS അച്യുതാനന്ദനുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന MAB ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇതൊരു യാത്രയപ്പിന്റെ സമയമാകാം. ആ ചേതനയേറ്റ ശരീരത്തിന് യാത്രാമൊഴി ചൊല്ലുന്ന നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. CPI-യുടെ ദേശീയ സെക്രട്ടറി D രാജ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരുന്നു. ഒപ്പം നമുക്ക് കാണാം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ വലിയൊരു ജനക്കൂട്ടം, നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഒക്കെ ഒരു കൂട്ടം, ഒരു വലിയ സംഘം തന്നെ അവിടെ വന്നെത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൊണ്ടുപോകുന്ന വാഹനത്തിലേക്ക് കയറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആ വാഹനവും ഒപ്പം ആ അകത്ത് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മന്ത്രിമാർ ഇവരെല്ലാം തന്നെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കയറി ആ വിലാപയാത്രയ്ക്കുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഒരുക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ VSന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രത്യേക വാഹനത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും പാതയോരങ്ങളിൽ വളരെയധികം ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം 2 മണി കഴിഞ്ഞ് ഇവിടുന്ന് വിലാപയാത്ര പുറപ്പെടും എന്നുള്ള അറിയിപ്പ് അത് കൃത്യസമയത്ത് തന്നെ അത് പുറപ്പെടുന്ന തയ്യാറെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ വളരെ വേഗത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലങ്ങളിൽ VSനെ ഇവിടെ വന്നൊരു നോക്ക് കാണാൻ കഴിയാത്ത ഒട്ടനവധി പേര് ഇങ്ങനെ പാതയോരങ്ങളിൽ കാത്തു നിൽപ്പുണ്ട്. അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി തന്നെ ഇടപെട്ട് പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ അവർ
അന്ത്യവിരാജം അർപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ അങ്ങോട്ടുള്ള യാത്ര VS പണ്ട് സഞ്ചരിച്ച ആ വിപ്ലവ സൂര്യൻ പണ്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടി എത്തി പ്രസംഗിച്ച ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ആ വിലാപയാത്ര കടന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കാണാം, ദർബാർ ഹാളിന്റെ മുൻവശം പൂർണ്ണമായും ജനക്കൂട്ടത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ അവിടെ ഒത്തുചേർന്ന് നിൽക്കുകയാണ്. ഒപ്പം വാനിൽ ഉയരുന്നുണ്ട് VS-നെ വാഴ്ത്തിക്കൊണ്ട്, VS-ന് അന്ത്യയാത്ര നൽകിക്കൊണ്ട്, അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉള്ള ആ മുദ്രാവാക്യം സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴും ഉറഞ്ഞു കിടക്കുന്ന, സാധാരണക്കാരന്റെ മനസ്സിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന കണ്ണേ കേരളേ VS എന്നുള്ള മുദ്രാവാക്യം, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന വലിയ മുദ്രാവാക്യം നമുക്ക് കേൾക്കാൻ കഴിയുന്നു. വളരെ ഉച്ചത്തിൽ കേൾക്കാൻ കഴിയുന്നു. VS വിളിക്കുന്ന മുദ്രാവാക്യം, VS-ന് വേണ്ടി വിളിക്കുന്ന ആ മുദ്രാവാക്യം ഉറക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ 6 മണിയോടുകൂടി അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുത്തപ്പോഴും ഇതുപോലെ ഒരു കടലിരമ്പം പോലെ ഉയർന്നുണ്ടായിരുന്നു വാനിൽ കണ്ണേ കേരളേ VS എന്നുള്ള ആ മുദ്രാവാക്യം. VS-ന്റെ ഈ തൊഴിലാളി പ്രസ്ഥാനവുമായുള്ള പ്രവർത്തനം കഴിഞ്ഞ് LDF കൺവീനർ, CPIM സെക്രട്ടറി സ്ഥാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഏറെ നാൾ ചിലവിട്ടത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗ പരിപാടികളിലും മറ്റുമൊക്കെയായി പോകാൻ അദ്ദേഹം ഇവിടുത്തെ തിരുവനന്തപുരത്ത് തങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവായും CPM സംസ്ഥാന സെക്രട്ടറിയായും ഒപ്പമൊക്കെ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ആ സെക്രട്ടേറിയറ്റിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മുടെ VS യാത്രയാകാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആ വാഹനത്തിലാണോ അതെങ്കിലും മറ്റേതെങ്കിലും കാറിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി മൃതദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒട്ടുമിക്ക നേതാക്കന്മാരും ഒപ്പം ഉണ്ടാകും എന്നുള്ള വിവരം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സമീപത്തായി ബൃന്ദ കാരാട്ടുണ്ട്, പ്രകാശ് കാരാട്ടിനെ കാണാം, മന്ത്രി MP രാജേഷിനെ കാണാം, മന്ത്രി VN വാസവനുണ്ട്. അങ്ങനെ മന്ത്രിമാരെല്ലാം തന്നെ ഒരു നിരയായി മുന്നോട്ട് നീങ്ങുകയാണ്. ചീഫ് സെക്രട്ടറിയെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായെന്ന് അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ ഏറെ സമയം അദ്ദേഹം ഒപ്പമുണ്ടാകുന്നു, കാര്യങ്ങൾ തിരക്കുന്നു. തൊട്ട് പിന്നാലെ പാർട്ടി നേതാക്കന്മാരെത്തുന്നു. അങ്ങനെ ഇന്നലെ മുതൽ തന്നെ VS-ന്റെ എല്ലാ ചടങ്ങുകളിലും എല്ലായിടത്തും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു, ഒപ്പമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിൽ നിന്നും VS യാത്ര പറയുമ്പോൾ ആ യാത്ര ഒരു യാത്രാമൊഴിക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധിയായ ആളുകൾ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് പുറത്തുമുള്ള കവാടത്തിലുമൊക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നേരത്തെയൊക്കെ നിശബ്ദമായിരുന്നു. അപ്പോഴൊക്കെ VS-നെ കാണാൻ വന്നവരുടെ തിരക്കായിരുന്നെങ്കിൽ അതല്ല, VS-നെ സ്നേഹിക്കുന്ന, VS-നെ ഇഷ്ടപ്പെടുന്ന, VS-നോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്ന നിരവധിയായ ആളുകൾ വാനിൽ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ഉയർത്തിക്കൊണ്ട് കണ്ണേ കേരളേ VS എന്ന് ഒന്നുറക്കെ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. മുദ്രാവാക്യ മുഖരിതമായി സെക്രട്ടേറിയറ്റ് പരിസരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. VS-നെ സ്തുതിച്ചുകൊണ്ട്, VS-ന് യാത്രാമൊഴി ചൊല്ലിക്കൊണ്ട് അങ്ങനെ വലിയ ഉച്ചത്തിൽ ആളുകൾ നീട്ടി വിളിക്കുന്നു. VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിളിക്കുന്നു. അത്തരത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം, അതായത് VS എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹം നടത്തിയ സമരപോരാട്ടങ്ങൾക്ക് വേദിയായ സെക്രട്ടേറിയറ്റിന് മുൻവശം, അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരണം നടത്തിയ സെക്രട്ടേറിയറ്റ്, ഇവിടെയെല്ലാം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരെ, അദ്ദേഹത്തെ സ്നേഹിക്കപ്പെടുന്നവരൊക്കെ തന്നെ എത്തിച്ചേർന്ന് നിൽക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദർബാർ ഹാളിൽ നിന്നും VS-ന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരും. ഈ വാഹനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദർബാർ ഹാളിന് മുന്നിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ഒപ്പം ഇന്ന് പോകുന്ന വഴിയിലൊക്കെ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം
ഈ നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പരമാവധി യാത്ര MC റോഡ് വഴിയാക്കണം, ദേശീയപാത വഴിയുള്ളത് പരമാവധി കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ തിരക്കിനിടയിലുള്ള യാത്രയ്ക്ക് ഒരു പക്ഷേ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും. വാഹന ഗതാഗതം അങ്ങനെ തടസ്സപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി യാത്ര ദേശീയപാത ഒഴിവാക്കി MC റോഡ് വഴി ആക്കണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് VS-ന്റെ സമീപത്തായി പോലീസ് സേനാ അംഗങ്ങൾ, അതായത് മൃതദേഹം വാഹനത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ട് മുമ്പ് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നൊരു നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ ഇനി ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ആ നിർദ്ദേശത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പോലീസ് സേനാ അംഗങ്ങൾ. വലിയ തരത്തിൽ ഇടമുറിയാതെയുള്ള ജനപ്രവാഹമായിരുന്നു ദർബാർ ഹാളിലേക്ക്. ഇന്നലെ VS-ന്റെ മൃതദേഹം എവിടെയൊക്കെ എത്തിച്ചുവോ പൊതുദർശനത്തിനായും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ എവിടെയൊക്കെ എത്തിയോ അവിടെയെല്ലാം തന്നെ ഇടമുറിയാതെയുള്ള ജനക്കൂട്ടം നമ്മൾ കണ്ടു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും അതുതന്നെയായിരുന്നു. രാവിലെ 5 മണി മുതൽ കാത്തു നിന്നവരുണ്ടായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നവരല്ല, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും നിന്നുമൊക്കെ VS-നെ സ്നേഹിക്കുന്ന, VS-നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നലെ രാത്രിയിൽ യാത്ര പുറപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. നമുക്ക് ബസ്സിനുള്ളിൽ നിന്നുള്ള ചില കാഴ്ചകൾ കൂടി കാണാം. നേതാക്കന്മാർ ബസ്സിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാതിൽക്കൽ നിൽപ്പുണ്ട്. ഒപ്പം അദ്ദേഹത്തോടൊപ്പം തന്നെ VS-ന്റെ മകനും മരുമകനുമുണ്ട്. അപ്പോൾ എന്തായാലും നേതാക്കൾ ചിലർ ഈ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. VS-നോടൊപ്പം സഹയാത്രികരായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഒപ്പം MLA-മാരായിട്ടും ഉള്ളവരൊക്കെ തന്നെ ഈ വാഹനത്തിൽ ഒപ്പം ചേരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇതാ നമുക്ക് കാണാൻ കഴിയുന്ന സെക്രട്ടേറിയറ്റിനുള്ളിൽ ദർബാർ ഹാളിൽ നിന്നും VS-ന് യാത്രാമൊഴി ചൊല്ലുന്ന നിമിഷങ്ങൾ വളരെ ഉച്ചത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവിടെയും വിപ്ലവ അഭിവാദ്യം നൽകിക്കൊണ്ട് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദർബാർ ഹാളിന് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പോലീസ് സേന അംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നത്.
വാക്കുകൾ അപ്രസക്തമാവുന്ന ഒരു നിമിഷമാണ് ഇത്. അതുകൊണ്ടാണ് ഇത്രയും നേരം ഈ നിമിഷങ്ങൾക്ക് പശ്ചാത്തല വിവരണം നൽകാതിരുന്നത്. ദർബാർ ഹാളിൽ നിന്ന് VS അച്യുതാനന്ദൻ്റെ മൃതദേഹം പുറത്തേക്കെടുത്തപ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന, ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഈ വലിയ ആൾക്കൂട്ടം അവർ വിളിച്ച ആവേശോജ്വലമായ മുദ്രാവാക്യങ്ങൾ കേൾപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് പശ്ചാത്തല വിവരണം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. അത്രമേൽ ആവേശനിർഭരമായി കണ്ണേ കരളെ VS എന്നുള്ളത് ആവർത്തിച്ച് അവർ വിളിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ മുതൽ VS വേണ്ടി ഇക്കാലം അത്രയും ജനം മാറ്റിവെച്ച കണ്ണേ കരളെ എന്നുള്ള ആ വിളി, അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതൊരു ക്ലിഷയായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിഷയല്ല എന്ന് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. എത്രത്തോളം ആവേശോജ്വലമായും അത്രമേൽ ആത്മാർത്ഥമായുമാണ് ഈ ആൾക്കൂട്ടം VS കണ്ണേ കരളെ എന്ന് വിളിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നു. ഇതാ VS മൃതദേഹവും വഹിച്ചുള്ള ആ വാഹനം യാത്ര പുറപ്പെടുന്നു. ആ വാഹനത്തിൻ്റെ പിറകിലെ വരികൾ വേദനാനിർഭരമായി കേരള ജനതയോട് പറയുന്നു. അതിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങളെ പോലെ തന്നെ പ്രിയ VS വിട, സമരനായകന് വിട എന്നുള്ള ആ വാക്കുകൾ ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. സെക്രട്ടേറിയറ്റിൻ്റെ തൂവെള്ള ചുമരുകൾ, തൂവെള്ളത്തൂണുകൾ, പുൽത്തകിടികൾ, അതിൻ്റെ ഇടയിലൂടെ ആ വാഹനം ഇപ്പോൾ മെല്ലെ യാത്ര ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള അനന്തപുരിയിൽ നിന്നുള്ള ഒരു യാത്രയുടെ തുടക്കം. ഈ തിരുവനന്തപുരം ആണ് VS അച്യുതാനന്ദൻ്റെ എത്രയോ ത്യാഗോജ്വലമായ രാഷ്ട്രീയ നിമിഷങ്ങൾക്ക്, എത്രയോ ആവേശോജ്വലമായ പ്രസംഗങ്ങൾക്ക്, എത്രയോ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ വാഗ്ധോരണികൾക്ക്, എത്രയോ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉള്ള ഫയലുകളുടെ നീക്കങ്ങൾക്ക് ഇടയാക്കിയത്. തല ഉയർത്തിപ്പിടിച്ചും ധീരതയോടെയും കൂടി ഈ തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ചരിത്രത്തിൻ്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ, വേദനാനിർഭരമായ മുഹൂർത്തങ്ങളിൽ വേദനയോടുകൂടി നിൽക്കുമ്പോഴും ശിരസ് താഴ്ത്താതെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഇതാ ജന്മനാട്ടിലേക്കുള്ള ഒരു യാത്ര. ധീരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിട്ട് ജന്മനാട് എന്ന ഒന്നില്ല. ജന്മനാട് എന്ന ഒന്നിനെക്കുറിച്ചുള്ള ഗൃഹാതുരതയും പേറില്ല. എവിടെയാണോ താൻ ജീവിക്കുന്നത്, ഏത് ജനതയ്ക്ക് വേണ്ടിയാണോ താൻ പോരാടുന്നത്, ആ ജനതയാണ് തൻ്റെ നാട്, ആ ജനതയാണ് തൻ്റെ ഗൃഹം, ആ ജനതയാണ് തൻ്റെ എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈകാരികത സ്വന്തം നാടുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല, പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവിനെ സംബന്ധിച്ച്.